ഞാനൊക്കെ ദാനം ചെയ്യുന്ന എൻ്റെ അടുത്ത് പുരുഷന്മാർ വന്നാൽ മതി. ഇത് സ്ത്രീകളോടുള്ള വിരോധം കൊണ്ടല്ല ഇതിനെ പറയുന്നത്. 41 ദിവസത്തെ വ്രതം എടുക്കുവാൻ ഒരു സ്ത്രീക്ക് സാധ്യമല്ല. വ്യത്യസ്തമായ ശാസ്ത്ര പ്രതിഷ്ഠകൾ ഏതെല്ലാമാണ്? 100-ൽ പരം കാവുകളുണ്ട്, അയ്യപ്പൻ കാവുകളുണ്ട് കേരളത്തിൽ. അതിൽ പ്രധാനപ്പെട്ടവ ഒന്ന് കുളത്തുപുഴ, ചെർപ്പുളശ്ശേരി. അവിടെ ബാലശാസ്താവിൻ്റെ സങ്കല്പമാണ്. യോഗപട്ടം ധരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കാൽമുട്ടുകൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു വസ്ത്രം കെട്ടിവെച്ചിരിക്കുകയാണ്. അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരി രൂപത്തിൽ ദീർഘകാലം തപസ് ചെയ്യുന്ന ശാസ്താവിൻ്റെ സങ്കല്പമാണ്. അവിടെ ഭാര്യയോ പുത്രനോ ഇല്ല. അവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് അയ്യപ്പ ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അയ്യപ്പൻ ശബരിയോട് പറയുന്നതായിട്ടാണത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളിയുടെ ഒരു പൊരുൾ എന്തൊക്കെയാണ്? സ്വാമിയെ ശരണമയ്യപ്പ എന്നത് അതിൻ്റെ അർത്ഥം പോലും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായ രഹസ്യം കിടക്കുന്നത് ശരണം എന്ന പദത്തിലാണ്. ശരണം എന്ന പദം 3 അക്ഷരമാണ് അതിനുള്ളത്. കാമധേനു തന്ത്രം എന്ന് പറയുന്ന ഒരു തന്ത്രഗ്രന്ഥമുണ്ട്. അത് ശിവനും പാർവതിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണത്. അപ്പോൾ ഈ ഓരോ അക്ഷരങ്ങളുടെയും പ്രാധാന്യവും അതിൻ്റെ രഹസ്യവും എന്താണ് എന്ന് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ എന്ന അക്ഷരത്തിൻ്റെ രഹസ്യം ശകാരം പരമേശാനി കുണ്ടലി പരമകുണ്ടലിയായിട്ട് പറയുന്നു. ഭക്തൻ്റെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാൻ വേണ്ടി ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടലിനി ശക്തി ഉണരും. അതിൽ ശ എന്ന അക്ഷരവും ന എന്ന അക്ഷരവും കുണ്ടലിനിയുടെ ഊർധ്വഗമനം സംഭവിക്കുന്നു. സഹസ്രാര പത്മത്തിലേക്ക് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഓരോ ആധാരങ്ങളിൽ പ്രവേശിച്ച് വിശ്രമിച്ച് സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കുന്നതാണ് ശ എന്ന അക്ഷരവും ന എന്ന അക്ഷരവും. ര എന്ന അക്ഷരം മുകളിലേക്ക് ഉയർത്തിയ കുണ്ടലിനി ശക്തിയെ വീണ്ടും താഴെ മൂലാധാരത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ കുണ്ടലീദ്വയ സംയുതം എന്ന് പറയുന്നുണ്ട്. രേഭം ചഞ്ചലാപാങ്കി കുണ്ടലീദ്വയ സംയുതം ഊർധ്വകുണ്ടലിയുമാണ്, ഇത് അധോ കുണ്ടലിയുമാണ്. അപ്പോൾ ശരണം 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 എന്ന് നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മന്ത്രജപത്തിന് തുല്യമാണത്. ഓം നമഃ ശിവായ രാമ 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 ജപിക്കുന്നതിൻ്റെ പവർ കൂടുതലാണ് ശരണം എന്ന പദം ആവർത്തിച്ച് ജപിക്കുന്നത്. അപ്പോൾ അയ്യപ്പ എന്ന പദം കൂടി കൂട്ടാതെ നമുക്ക് അത് ജപിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ശരണമയ്യപ്പ. സ്വാമിയെ ശരണമയ്യപ്പ എന്നതിൽ ശരണം എന്ന പദത്തിലാണ് ഇതിൻ്റെ രഹസ്യം കിടക്കുന്നത്. പാർവതിയോട് പരമശിവൻ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പമ്പയിൽ സ്നാനം നടത്തുകയും തർപ്പണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? പമ്പയിൽ സ്നാനത്തിനല്ല പ്രാധാന്യം, തർപ്പണത്തിനാണ്. നമ്മളിപ്പോൾ ഒരു 41 ദിവസത്തെ വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്യണം എന്നൊരു ആചാരമുണ്ട്. അപ്പോൾ വൈക്കം, ഏറ്റുമാനൂർ, ചോറ്റാനിക്കര, ഗുരുവായൂർ ഇതെല്ലാം ദർശനം കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ഭക്തന് ശബരിമല ദർശനത്തിന് അർഹതയുള്ളൂ. ഇത് കൂടാതെ ഇവൻ്റെ പിതൃക്കളുടെയും കൂടി അനുഗ്രഹം വേണം. പിതൃക്കളുടെ കടം വീട്ടാതെ ശബരിമല ദർശനം സാധ്യമല്ല. അതുകൊണ്ടാണ് പമ്പയിൽ തർപ്പണത്തിന് മുമ്പേ സ്നാനം വേണം. സ്നാനം ചെയ്ത് തർപ്പണം, അവിടെ ശ്രാദ്ധമല്ല തർപ്പണമാണ് ചെയ്യുന്നത്. അരിയും എള്ളും കദളിപ്പഴവും ശർക്കരയും നെയ്യും കൂട്ടിക്കുഴച്ച് പിണ്ടം വയ്ക്കുകയാണ്. 5 ഉണ്ട ആണ് വയ്ക്കുന്നത്. മാതൃവംശത്തിൽ ജനിച്ചവർക്ക് ഉണ്ട. യേഷാം ഗതിർ ന വിദ്യതേ തേഷാം ഉദ്ധരണാർത്ഥായ ഇമം പിണ്ടം ദദാമ്യഹം. ഗതി കിട്ടാതെ ഉള്ളവർക്ക് ഗതി കൊടുക്കുവാൻ വേണ്ടി ഞാൻ പിണ്ടം വെച്ച് അവരുടെയും കൂടി അനുഗ്രഹം മേടിച്ചതിന് ശേഷമേ എനിക്ക് ശബരിമല ദർശനത്തിന് അർഹതയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ പ്രാധാന്യം നമുക്ക് ഈ തർപ്പണം ചെയ്യുന്നത്. പിതൃക്കളുടെ അനുഗ്രഹമില്ലാതെ പറ്റില്ല. കല്ലിടാംകുന്നിൻ്റെ പ്രാധാന്യം എന്താ? കല്ലിടാംകുന്നിലാണ് ഈ മഹിഷിയുടെ ശവക്കല്ലറ തീർത്തത് എന്ന് പറയുന്നത്. മഹിഷിയെ നിഗ്രഹം ചെയ്ത് ഇതിനെ കുഴിച്ചിടണമല്ലോ. ഇതിനെ കുഴിച്ചിട്ട സ്ഥലമാണ് കല്ലിടാംകുന്ന്. അവിടെ കൃത്തികമാർ എന്ന് പറയുന്ന ദേവതമാർ വാസം ചെയ്യുന്നുണ്ട്. കൃത്തിക പിപ്പലാദ സമുത്പന്നെ എന്ന് പ്രത്യേകം അതിൽ ശ്ലോകം പറയുന്നുണ്ട്. ആ ദേവതമാർക്ക് നിവേദ്യം വേണം. അത് കദളിപ്പഴമോ പായസമോ മലർ നിവേദ്യമോ ഒന്നുമല്ല, കല്ലാണ് അവരുടെ നിവേദ്യം. പാഷാണം നിവേദ്യമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഇത് പരമശിവൻ കൽപ്പിച്ചതെന്നാണ് പറയുന്നത്. പിപ്പലാദ സമുത്പന്നെ കൃത്തിക, അതിൽ പാഷാണം മയാദത്തം, പാഷാണം എന്നാൽ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നു, ആ ദേവതയുടെ അനുഗ്രഹം എനിക്ക് കിട്ടണം. ഈ ഒരു സങ്കല്പമൊന്നും നമ്മൾ ചെയ്യേണ്ട. കല്ലിടാംകുന്നിൽ കല്ലിട്ട് കഴിഞ്ഞാൽ
ഈ സങ്കല്പം പ്രാവർത്തികമാക്കി എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമാർക്ക് വേണ്ടിയാണ് കല്ലിടുന്നത്. കൃത്യമാരെന്ന് പറയുന്നത് ദേവതമാരാണ്. ഓരോ ആചാരത്തിനും അതിൻ്റെ അടിയിലൊരു ഐതിഹ്യമോ ഒരു കഥയും ഉണ്ടായിരിക്കും. അതൊരു ആചാരമാണ് ശരിക്കും. ആചാരം മാറ്റാൻ പറ്റില്ല. ശരംകുത്തിയാലിൻ്റെ തത്വം എന്താ? ശരംകുത്തിയാൽ എന്ന് പറയുന്നത് ശബരിമലയുടെ പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് ശരംകുത്തിയാൽ. അപ്പോൾ ഈ ശരം നമ്മൾ പേട്ട തുള്ളുന്ന സമയത്ത് ശരക്കോല് കയ്യിലേന്തി ഗദ കയ്യിലേന്തി ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആത്മവിശ്വാസം കൂടുതലാണ് ഭക്തന് കിട്ടുന്നത്. അന്ധപിശാചുകൾ അകത്ത് കാമം, ക്രോധം, ലോഭം, മോഹമത, മത്സരാദി ഷഡ് വൈദികൾ, ബഹിർഭാഗത്ത് ഭൂതപിശാചുകളുണ്ട്. ഇവരുടെ എല്ലാം ദോഷം ഒഴിവാക്കിക്കൊണ്ട് ശരം കുത്തിയാലാണ് ഈ ശരം സമർപ്പിക്കേണ്ടത്. അവിടെ അസ്ത്രഭൈരവൻ എന്ന് പറയുന്നൊരു ദേവതയുണ്ട്. അസ്ത്രഭൈരവൻ ഈ ദേവതയുടെ നിവേദ്യം പായസമോ മലർ നിവേദ്യമോ അല്ല. ഈ ദേവതയ്ക്ക് ശരമാണ് വേണ്ടത്. അതാണ് അസ്ത്രഭൈരവൻ. ആ അസ്ത്രം അവിടെ സമർപ്പിക്കുന്നതോടുകൂടി ആ ദേവതയുടെ അനുഗ്രഹവും കൂടി മലയിട്ട അയ്യപ്പൻ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഇതൊരു കോട്ടയാണ്. അവിടെ നാളികേരം മുടക്കണം, കർപ്പൂരം കത്തിക്കണം. കല്ലിടാങ്കുന്നിൽ അതിൻ്റെ ആവശ്യമില്ല. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ആചാരങ്ങളാണ് ശബരിമലയിലുള്ളത്. അപ്പോൾ ഓരോ അയ്യപ്പന്മാരും മാല ധരിച്ചിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നതും അയ്യപ്പനെ ദർശിക്കുന്നതും ഒക്കെ. ഈ മാല ഇടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ എന്താ? മാല ധരിക്കുന്നതിൽ കൂടി മുദ്രാസ്ഥാപനമാണ്. ഇതൊരു മുദ്രയാണത്. അപ്പം മാല ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങളാൽ മാലയിട്ട അയ്യപ്പൻ രക്ഷിക്കപ്പെടുന്നു എന്നാണ്. മാല ഇടുന്നതോടുകൂടി അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ അവിടെ വരുന്നതാണ്. അത് അമേരിക്കയിൽ ഒരാൾ മാലയിട്ടു, ആസ്ട്രേലിയയിൽ മാലയിട്ടു, കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും മാലയിട്ടു. എവിടെ മാലയിട്ടോ അയ്യപ്പൻ്റെ ഭൂതവൃന്ദം ആ മാലയിട്ട അയ്യപ്പനെ രക്ഷിച്ചു കൊള്ളണം. അപ്പോൾ ആ രക്ഷയ്ക്ക് വേണ്ടി മാല ധരിച്ചാലേ പറ്റുള്ളൂ. വേറെ എന്ത് ധരിച്ചാലും സാധ്യമല്ല. മാലാധാരണം അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം ശാസ്താവിന് ഭാര്യയും സന്താനങ്ങളും ഉണ്ടെന്ന് പറയുന്നു, അതിനെപ്പറ്റി എന്താണ്? ശാസ്താവിൻ്റെ വ്യത്യസ്തമായ ധ്യാനങ്ങളുണ്ട്. വ്യത്യസ്തമായ ധ്യാനത്തോടുകൂടി വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട്. ഭാര്യാസമേതനായിരിക്കുന്ന ശാസ്താവുണ്ട്, പുത്രനോട് കൂടിയ ശാസ്താവുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായ ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഇവിടെ പൂർണ്ണ പുഷ്കല എന്ന് 2 തരം യോഗശക്തികളാണ്. ഈ യോഗശക്തികളാണ് ഭാര്യയായിട്ട് വന്നിരിക്കുന്നത്, ഒരു സ്ത്രീരൂപ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇവിടെ ജയ്മൂത ശ്യാമധാര എന്നതിൻ്റെ ധ്യാനമാണ്. ഈ ധ്യാനമല്ല ശബരിമലയിലുള്ളത്. ഇവിടെ പൂർണ്ണ പുഷ്കല എന്ന 2 ഭാര്യാസങ്കല്പം മാത്രമാണ്. ഇനി ഇടതുഭാഗത്ത് പ്രഭ എന്ന ഭാര്യ, വലതുഭാഗത്ത് സത്യകൻ എന്ന പുത്രൻ. ഈ ധ്യാനം വേറെയാണത്. അവിടെ സ്നിഗ്ധാരാള വിസാരി എന്ന് തുടങ്ങുന്ന ധ്യാനമാണ്. സങ്കല്പം വേറെയാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. ശബരിമലയിൽ മാത്രമുള്ള ധ്യാനം എന്ന് പറയുന്നത് ധ്യായത് ചാരു ജടാ നിബദ്ധ മകുടം. ധ്യായത് ധ്യാനിക്കണം. എങ്ങനെയുള്ള ശാസ്താവിനെയാണ് അവിടെ ധ്യാനിക്കുന്നത്? ചാരു ജടാ നിബദ്ധ മകുടം. ചാരു ഭംഗിയുള്ള ജടാഭാരത്തോടു കൂടിയ, ആ മുടി ജടാഭാരമുള്ളതാണ്. ദിവ്യാംബരം, ദിവ്യമായിരിക്കുന്ന വസ്ത്രം ധരിച്ച ശാസ്താവാണ്. ജ്ഞാനമുദ്രോദ്യ ദക്ഷകരം, വലത്ത് കൈയിൽ ഇങ്ങനെ ഒരു മുദ്ര പിടിച്ചിട്ടുണ്ട്. അതാണ് ജ്ഞാനമുദ്ര, ചിന്മുദ്ര എന്ന് പറയും. പ്രസന്നവദനം, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്താവാണ്. ജാനുസ്ത ഹസ്തേതരം, 2 കൈയുള്ള ശാസ്താവ്. ഒരു കൈയിൽ മുദ്ര പിടിച്ചിരിക്കുന്നു, മറ്റേ കൈ കാൽമുട്ടിൽ കുത്തിയിരിക്കുന്നു. ഇരിക്കുന്ന അതിൽ കാൽമുട്ടിലാണ് വെച്ചിരിക്കുന്നത്. മേഘശ്യാമള കോമളം, മേഘത്തിൻ്റെ നിറമുള്ള സുന്ദരമായിരിക്കുന്ന ശരീരമാണ്. സുരനുദം, മറ്റുള്ള ദേവതമാർ മുഴുവനും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ദേവനാണ്. ശ്രീ യോഗപട്ടാംബരം, യോഗപട്ടം ധരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കാൽമുട്ടുകൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു വസ്ത്രം കെട്ടിവെച്ചിരിക്കുകയാണ്. യോഗപട്ടം എന്ന് പറയുന്നത് 3 തരത്തിലാണ്. പാമ്പിനെ യോഗപട്ടമാക്കിയിരിക്കുന്ന ദേവതാ സങ്കല്പമുണ്ട്. ഇനി പുലിത്തോല് യോഗപട്ടമാക്കിയിട്ടുണ്ട്. പിന്നെ വസ്ത്രം യോഗപട്ടമാക്കിയിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ് ഈ യോഗപട്ടം ധരിച്ചിരിക്കുന്നത്? അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരി രൂപത്തിൽ ദീർഘകാലം തപസ് ചെയ്യുന്ന ശാസ്താവിൻ്റെ സങ്കല്പമാണ്. അവിടെ ഭാര്യയോ പുത്രനോ ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് വേറെ സങ്കല്പങ്ങളാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് കാൽമുട്ടുകൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി അത് ബന്ധിച്ചിരിക്കുകയാണ്. ആ യോഗപട്ടം ധരിച്ച ശാസ്താവാണ്. വിജ്ഞാനപ്രദം, ജ്ഞാനത്തെ ദാനം ചെയ്യുന്നതാണ്. ഈ ജ്ഞാനത്തെ ദാനം ചെയ്യുന്നതാണ് ഈ
ജ്ഞാനമുദ്രയിൽ കൂടി ദാനം ചെയ്യുന്ന ശാസ്താവാണ്. അപ്രമേയ സുഷമം ശ്രീഭൂതനാഥം വിഭു. ശ്രീഭൂതനാഥനായിരിക്കുന്ന, വിഭുവായിരിക്കുന്ന, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന, സർവ്വവ്യാപിയായിരിക്കുന്ന, വിഭുവായിരിക്കുന്ന, ആ സുന്ദരനായിരിക്കുന്ന അയ്യപ്പനെ ഞാൻ നമസ്കരിക്കും, ധ്യാനിക്കണം എന്നാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് യോഗപട്ടാമ്പരം. ഈ യോഗപട്ടാമ്പരം എന്ന് പറയുന്നത് യോഗപട്ടം ധരിച്ച ആ പട്ടുവസ്ത്രം കൊണ്ട് ചരട് പോലെ ഉണ്ടാക്കി കെട്ടിവച്ചിരിക്കുകയാണ്. ഇത് മറ്റുള്ള ദേവതമാർക്ക് ഇല്ല. പിന്നെ ആ മുദ്ര എന്ന് പറയുന്നത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. മുദം രാതി ഇതി മുദ്ര. മറ്റുള്ള ദേവതമാർക്ക് സന്തോഷത്തെ ഉണ്ടാക്കുന്നു. ദേവതമാർ മുദ്ര പിടിക്കുന്ന സമയത്ത് ദേവതമാർക്ക് സന്തോഷം ഉണ്ടാകുന്നു. നമ്മൾ മുദ്രയോടുകൂടി ദേവതമാരെ സങ്കല്പം ചെയ്യുമ്പോഴും ദേവത സന്തോഷിക്കുന്നു. മുദം സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ് മുദ്ര. അപ്പോൾ ഇങ്ങനെ മുദ്ര പിടിച്ചിരിക്കുന്ന സമയത്ത് തള്ളവിരൽ എന്ന് പറയുന്നത് പരമാത്മാവാണ്, ജീവാത്മാവാണ് ചൂണ്ടുവിരൽ. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യം പ്രാപിക്കണമെങ്കിൽ ഈ 3 വിരലുകൾ മുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. ഒന്ന് 3 ഗുണങ്ങളാണത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 വിരലുകൾ മുട്ടാൻ പാടില്ല. അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ പിടിച്ചിട്ടില്ല. അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഒരു ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അന്തസത്ത. അപ്പോൾ ഈ മുദ്രയിൽ കൂടിയാണ് വിജ്ഞാനപ്രദം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആ ധ്യാന ശ്ലോകത്തിൽ. ആധ്യാത്മിക ജ്ഞാനം പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ശാസ്താവ്. ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് ആ അയ്യപ്പനൊന്ന് നോക്കുന്ന സമയത്ത് ഈ കയ്യിൽ കൂടി എനർജി പാസ് ചെയ്യുന്നു. ഓരോ ഭക്തനും ആ എനർജി, ഊർജം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ വിഗ്രഹം. അതിനാണ് ഈ മുദ്ര, ചിന്മുദ്ര. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശബരിമല ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഒരു സാധാരണ ഭക്തൻ ഒന്ന് മന്ത്രജപമോ യോഗമുറകളോ ഒന്നും അറിയില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ. ആ ഒരു ഭക്തന് എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടേണ്ടത്? അതിന് 41 ദിവസത്തെ വ്രതമെടുക്കണം. അവിടെ ആ 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് നിത്യവും ശരണം വിളി, അയ്യപ്പനും ഞാനും ഒന്ന് തന്നെ എന്ന ഭാവനയോട് കൂടിയാണ് ചെയ്യുന്നത്. അവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് അയ്യപ്പഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അയ്യപ്പൻ ശബരിയോട് പറയുന്നതായിട്ടാണത്. ധർമ്മഭ്രഷ്ടാസ്തു യാ നാര്യ. ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച സ്ത്രീകൾ. പാംസുലാഹ ദോഷദൂഷിതാഹ. പാംസുല എന്ന് പറയുമ്പോൾ ആർത്തവാശുദ്ധി കഴിയാത്തവർ, അതാണ് പാംസുലകൾ. ദോഷദൂഷിതാഹ, ദോഷം ഉള്ളവർ. അന്ന് മല കയറിയ ചില സ്ത്രീകളുണ്ട്, അവർക്ക് ദോഷമുള്ളവരാണ്. അങ്ങനെയുള്ളവർ അവിടെ കയറാൻ പാടില്ല. ദോഷദൂഷിതാഹ പ്രവേശേ മമ സന്നിധൗ താസാം നൈവാധികാരോസ്തി. അവർക്ക് മമ സന്നിധൗ അധികാരഃ ന അസ്തി. വ്യക്തമായിട്ട് ആ ഗ്രന്ഥത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ആന്തരികാർത്ഥം 41 ദിവസം വ്രതം അവർക്ക് സാധ്യമല്ല. 41 ദിവസം വ്രതമെടുത്ത ഗൃഹസ്ഥന്മാരോ അല്ലാത്തവരോ ആയിരിക്കുന്ന പുരുഷന്മാർക്കാണ് പ്രാധാന്യം. അവിടെ ഹരിഹരപുത്ര സങ്കല്പമാണ്. ഹരി പുരുഷ സങ്കല്പം, ഹരൻ പുരുഷ സങ്കല്പം. സ്ത്രീ പ്രാധാന്യമില്ലാത്ത ദേവതയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി രൂപത്തിലിരിക്കുന്നത്. അനവധി ക്ഷേത്രങ്ങൾ വേറെയുണ്ട്, അവിടെയെല്ലാം നിങ്ങൾ പോയിക്കോളൂ. ഇവിടെ ഈ ഒരു സങ്കല്പത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല. വിജ്ഞാനത്തെ ദാനം ചെയ്യുന്ന എൻ്റെ അടുത്ത് പുരുഷന്മാർ വന്നാൽ മതി. ഇത് സ്ത്രീകളോടുള്ള വിരോധം കൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. 41 ദിവസത്തെ വ്രതം എടുക്കുവാൻ ഒരു സ്ത്രീക്ക് സാധ്യമല്ല, ആർത്തവം കഴിയാത്തവർ. മാത്രമല്ല, ഈ ഇരുമുടി കെട്ട് തലയിലേന്തി ഒരു സ്ത്രീ വരുന്ന സമയത്ത് ചവിട്ടുപടികളൊക്കെ കയറി വളരെ ബുദ്ധിമുട്ടാണ് മല കയറാനായിട്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് സാധാരണ സ്ത്രീകൾക്ക് രക്തസ്രാവം വരാറുണ്ട്. രക്തം പുറത്ത് വന്നു കഴിഞ്ഞാൽ അശുദ്ധിയായി. ഇതിങ്ങനെ സാധാരണ സ്ത്രീകൾക്ക് സംഭവിക്കാറുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾ അങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് വിരോധികൾ, അയ്യപ്പനെ ഈ സ്ത്രീവിരോധിയായിട്ടല്ല, അയ്യപ്പൻ്റെ ഭാര്യയായിട്ടുള്ളതും സന്താനത്തുള്ളതും വേറെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ദർശനം ചെയ്തോളും. ഇവിടെ ഈ ഒരു സങ്കല്പമുള്ളത് കൊണ്ട് ഓരോ ആചാരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏയ ദേശേ യ ആചാരഃ പാരമ്പര്യക്രമാഗത. പാരമ്പര്യത്തോടുകൂടി വരുന്ന ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ സ്ത്രീ പ്രവേശനം പാടില്ല എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായ ശാസ്താ പ്രതിഷ്ഠകൾ ഏതെല്ലാമാണ്? 100-ൽ പരം കാവുകളുണ്ട്, അയ്യപ്പൻ കാവുകളുണ്ട് കേരളത്തിൽ. അതിൽ പ്രധാനപ്പെട്ടവ ഒന്ന് കുളത്തുപുഴ, ചെർപ്പുളശ്ശേരി.
അവിടെ ബാലശാസ്താവിൻ്റെ സങ്കല്പമാണ്. ചെറിയൊരു കുട്ടിയാണ്, കയ്യിൽ മറ്റുമുള്ള ആയുധങ്ങളൊന്നുമില്ല, സിംഹാസനമൊന്നുമില്ല, ബാലശാസ്ത്ര സങ്കല്പമാണ്. ഇനി ആര്യങ്കാവ് എന്ന് പറയുന്ന ഒരു ശാസ്താവുണ്ട്, അവിടെയാണ് പൂർണ്ണ പുഷ്കല, അത് ഭാര്യാസമേതനായിരിക്കുന്ന ശാസ്താവാണ്. അച്ചൻകോവിൽ തൃക്കുന്നപ്പുഴ, ഇവിടെ പ്രഭ ഭാര്യയാണ്, സത്യകൻ പുത്രനാണ്. അപ്പോൾ പുത്രസങ്കല്പത്തിൽ ഉള്ള ശാസ്ത്രസങ്കല്പമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലുള്ളത്. ഇനി രക്ഷാദേവതാ സങ്കല്പത്തിൽ ശാസ്താവുണ്ട്, അതാണ് ചമ്രവട്ടം ശാസ്താവ്. വൈദികരായ തിരുനാവായ യോഗക്കാരുടെ രക്ഷാദേവതാ സങ്കല്പമാണ്. ശബരിമല ഇതൊന്നുമല്ല, വേറെ സങ്കല്പമാണത്. ഇനി കുലദേവതാ സങ്കല്പത്തിൽ ശാസ്താവുണ്ട്, അതാണ് നിറം കൈതക്കോട്ട, എവിടെയാണ് പരപ്പനാട് രാജകുടുംബത്തിൻ്റെ കുലദേവതാ സങ്കല്പം. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി യുദ്ധാനുഗ്രഹമൂർത്തിയാണ്, യുദ്ധത്തിലേക്ക് പോകുന്നവരെ അനുഗ്രഹിക്കുന്ന മൂർത്തി സങ്കല്പമാണ്. തകഴി ശാസ്താവ്, ഇത് വൈദ്യനാഥ സങ്കല്പമാണ്. പരദേവതാ സങ്കല്പമുള്ള ശാസ്താവുണ്ട്, അത് ചാത്തിര നമ്പൂരിമാരുടെ പരദേവതാ സങ്കല്പത്തിൽ ഒരു ശാസ്താവുണ്ട്, ധ്യാനം വേറെയാണ് ഇതിൻ്റെ. ഇനി വിദ്യാശാസ്താവ്, സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതുന്നതിന് പകരം ഈ ശാസ്താവിന് തിരുവള്ളക്കാവിലും ശാസ്താവുണ്ട്, അവിടെ പോയി വിദ്യാരംഭം കുറിച്ച് കഴിഞ്ഞാൽ ഫലം ഇരട്ടിയായിരിക്കും. അത് അക്ഷരഗുരു സങ്കല്പത്തിലുള്ള ശാസ്താവാണ്. കുമാരനല്ലൂർ, തിരുവട്ടാറ്, നെയ്യാറ്റിങ്കര, തൃക്കൊടിത്താനം, ഉദയനാപുരം, തൃപ്പങ്കോട്ട്, തൃപ്രയാർ, ഈ ക്ഷേത്രങ്ങളിലുള്ള ശാസ്താവ് വേട്ടയ്ക്കായി പോകുന്ന ശാസ്താവാണ്. വേട്ടയ്ക്കായിട്ട് വേട്ട ചെയ്യാൻ പോവുകയാണ്, ദുഷ്ടനിഗ്രഹം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങുന്ന ശാസ്താവിൻ്റെ സങ്കല്പമാണ്. ഇതിനൊക്കെ ധ്യാനവും മന്ത്രവുമെല്ലാം വ്യത്യാസങ്ങളായിരിക്കാം. ഇനി വേട്ടക്കാര സങ്കല്പത്തിലൊരു ശാസ്താവുണ്ട്, അതാണ് കോട്ടയം പാണ്ഡവൻ ക്ഷേത്രം, ആനപ്പുറത്തിരിക്കുന്ന ശാസ്താവാണ്, വ്യത്യാസം. ഇനി അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ശാസ്താവുണ്ട്, അവിടെയാണ് ഐശ്വര്യശാസ്താവ്. ആ ഐശ്വര്യശാസ്താവിന് താടി, മീശ, ജട ഇതെല്ലാം അതിലുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ് ശാസ്താവിൻ്റെ സങ്കല്പം. അവിടെ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മാലയിടുന്നതോടുകൂടി അയ്യപ്പൻ്റെ ദാസനായിട്ട് മാറുകയാണ് മാലയിടുന്ന ഭക്തൻ. അത് ദേഹബുദ്ധി കൊണ്ട്, ദേഹബുദ്ധ്യാത്തു ദാസോഹം ജീവബുദ്ധ്യാത്തു താംശക. ഇനി വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന സമയത്ത് അയ്യപ്പൻ്റെ അംശമായിട്ട് മാറുക, അയ്യപ്പൻ്റെ അംശമായിട്ട് മാറും. ആത്മബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് അയ്യപ്പൻ തന്നെയായിട്ട് മാറുക. മാലയിടുന്ന അയ്യപ്പനും വിഗ്രഹത്തിലിരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെ. അപ്പം ദാസനായി അംശമായി രണ്ടുപേരും ഒന്നിച്ച് ലയിച്ച് ചേരുന്ന സങ്കല്പമാണ് ഈ ശബരിമലയിൽ അന്തസത്ത എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം, പ്രധാന ലക്ഷ്യം ഇങ്ങനെയാണ് പറയുന്നത്. അതിനു വേണ്ടി നമുക്ക് 4 മഹാവാക്യങ്ങളുണ്ട്. ആ മഹാവാക്യ ബോധം അത് പ്രായോഗികമാക്കണം. അത് ആദ്യമേ ഞാൻ പറഞ്ഞു, തത്വമസി. ആ 4 മഹാവാക്യങ്ങളാണ്. ഒന്ന് പ്രജ്ഞാനം ബ്രഹ്മ, അത് സ്വരൂപവാക്യമാണ്. അത് ഋഗ്വേദത്തിലാണ് അന്തർഗതമായിരിക്കുന്ന ഐതരേയോപനിഷത്തിലുള്ള വാക്യമാണ്. 2 അയമാത്മാ ബ്രഹ്മ, മനനവാക്യം, എപ്പോഴും മനനം ചെയ്യേണ്ട വാക്യമാണത്. അത് അഥർവവേദമാണ്, മാണ്ഡ്യൂക്യോപനിഷത്തിലാണതുള്ളത്. 3-ാമത്തേതാണ് തത്വമസി, അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഉപദേശവാക്യമാണ്, അത് തന്നെ നീയാകുന്നു എന്ന് ഉപദേശം തരികയാണ് നമുക്ക്. എപ്പോഴും ആ ഉപദേശം കേട്ടുകൊണ്ടിരിക്കണം. സാമവേദം ആണ്, ഛാന്തോഗ്യോപനിഷത്തിലുള്ളത്. അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മം തന്നെ ഞാനാകുന്നു. ഇത് അനുഭവവാക്യമാണ്. ഇത് അനുഭവമാണ്. എൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്, ഞാനും ആ അയ്യപ്പനും ഒന്ന് തന്നെയാണ് എന്ന അനുഭവം എനിക്കുണ്ടാകണം. അപ്പോൾ ഈ 4 മഹാവാക്യങ്ങളുടെ ഉപനിഷത്ത് ദർശനമാണ് ശബരിമല ദർശനം. ഈ 4 മഹാവാക്യങ്ങളുടെ അന്തസത്ത രത്നചുരുക്കമാണ് തത്വമസി. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്.